പുതിയ മന്ദിരം വളരെ മനോഹരമായിരിക്കും. അവിടെ ആദ്യഘട്ടത്തിൽ ബസ് വരുന്നതിനും പോകുന്നതിനും സൗകര്യം ഉണ്ടാകും, ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടാവും, പിന്നെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ജീവനക്കാർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം വരെ അതിനകത്ത് ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം ഈ കെട്ടിടത്തിൽ തുടരും തൽക്കാലം. അതിൻ്റെ രണ്ടാം ഘട്ടം ഒരു 10 കോടി രൂപ വരേണ്ടതുണ്ട്. രണ്ടാം ഘട്ടം അത് കോൺക്രീറ്റ് ബിൽഡിംഗ് ആണ്, സൈഡിലാണ്. അത് സൈഡിൽ വരുമ്പോൾ അതും ഒരു ഗ്യാരേജും അതിനകത്ത് വരും. രണ്ടാം ഘട്ടത്തിൽ ഗ്യാരേജും വരും. അത് രണ്ടും കൂടി വന്നു കഴിയുമ്പോൾ ഇത് പൂർണ്ണമാകും. ഇപ്പോൾ ഒന്നാം ഘട്ടമാണ് തുടങ്ങുന്നത്. നമ്മൾ ഈ സ്മാർട്ട് സിറ്റിയിൽ നിന്ന് പിന്മാറാനുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. മറ്റൊരു കാര്യം, ഇവിടെ കയറുമ്പോൾ 4 KSRTC ബസ് മാത്രമേ നമുക്ക് തരത്തുള്ളൂ, 4 ബേ. ബാക്കിയെല്ലാം പ്രൈവറ്റ് ബസ്സിന് കൊടുക്കണമെന്നാണ്. ഒരൊറ്റ പ്രൈവറ്റ് ബസ് കലൂര് വന്നു പോകും, ഇതിനകത്ത് വരില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. വരില്ല. അവരെ സൈക്കോളജി എനിക്കറിയാം. അവർ വരില്ല, അവർ കലൂര് വന്നിട്ട് അങ്ങ് പോകും. ഇതിനകത്ത് ആരും കയറത്തില്ല. ഇത് നശിച്ചു പോകാൻ. ഇപ്പോൾ ഇത് KSRTCയുടെ മാത്രമായി ചെയ്യുന്നത് കൊണ്ട് ഇത് KSRTC നല്ല നിലയിൽ നടത്തും, നല്ലൊരു സംവിധാനമായി മാറും എന്നുറപ്പാണ്. ഇതിനുവേണ്ടി ഏറ്റവും അധികം പരിശ്രമിച്ച നമ്മുടെ MLA ഉണ്ട്, അദ്ദേഹത്തെ അനുമോദിക്കുകയാണ്. ഹൈബീഡൻ 2 കോടി രൂപ നേരത്തെ കൊടുത്തിരുന്നു. അത് KSRTCയിൽ ഒരു എഞ്ചിനീയറിംഗ് വിങ് ഉണ്ടായിരുന്നു, അവരാണ് നശിപ്പിച്ചത്. അതിനെ നാശമാക്കി, അത് പൊളിച്ചു കളയേണ്ടി വന്നു. അത് വിജിലൻസ് കേസായിട്ട് കിടക്കുകയാണ്. നമ്മൾ വളരെ പ്രയാസപ്പെട്ടാണ് അത് പൊളിച്ചു കളഞ്ഞത്. അതിൽ വന്ന ഉദ്യോഗസ്ഥരെ എല്ലാം സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇപ്പോൾ KSRTCക്ക് ഒരു സിവിൽ വിങ് എന്നൊരു സംഭവം ഒഴിവാക്കുകയാണ് ഞങ്ങൾ. അത് വേണ്ട എന്നുള്ളതാണ്. PWD ചെയ്യട്ടെ എന്നുള്ളതാണ്. പരിചയസമ്പന്നരായ PWD എഞ്ചിനീയർമാർ ചെയ്യും. ഡിസൈൻ ചെയ്തിരിക്കുന്ന എല്ലാം PWD ആണ്. നമ്മൾ നല്ല നിലയിൽ ഈ കെട്ടിടം നിർമ്മാണം തുടങ്ങിയാൽ വളരെ വേഗത്തിൽ തീരും. ഇതിൽ നല്ലൊരു ഭാഗം സ്റ്റീലിൻ്റെ വർക്കാണ്. അത് വേറെ സ്ഥലത്ത് നിന്ന് കാസ്റ്റ് ചെയ്താണ് വരുന്നത്, വന്ന് പിടിപ്പിക്കലാണ്. ബേസിക് വർക്ക് മാത്രമേ ഇവിടെ ഉള്ളൂ, ബാക്കിയെല്ലാം സ്റ്റീലിൽ ചെയ്തു വരികയാണ് വെളിയിൽ നിന്ന്. അതുകൊണ്ട് പെട്ടെന്ന് പണി തീരുമെന്നാണ് വിശ്വസിക്കുന്നത്. എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് വേഗത്തിൽ പണി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഈ പുതുക്കി പണിത ബസ് സ്റ്റേഷൻ നാശമാക്കാതെ എല്ലാവരും സൂക്ഷിക്കണം, ജീവനക്കാരത് ചെയ്യണം. അതുപോലെ ഇന്നിവിടെ വന്നപ്പോൾ KSRTC ഈ വർക്ക്ഷോപ്പിന് ഒരു ലീക്ക് ഉണ്ടായിരുന്നു, റൂഫ് ലീക്ക് ഉണ്ടായിരുന്നു. അത് KSRTC തന്നെ പൈസ കൊടുത്ത് അത് ചെയ്തിട്ടുണ്ട്. വർക്ക്ഷോപ്പുകളുടെ അന്തരീക്ഷമൊക്കെ മാറും, കുറച്ചുകൂടി നല്ല മോഡേൺ ആയിട്ടുള്ള സംവിധാനങ്ങൾ വരും. അതുപോലെ KSRTCയുടെ മേയറുമായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ മേയർ പറഞ്ഞത് സിറ്റിയുടെ പല ഭാഗത്തേക്കും KSRTC ചെല്ലുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഗോശ്രീ പാലം വഴി അകത്തേക്ക് കയറുന്ന വണ്ടികൾ പലതും നല്ല നിലയിലാണ് ഇപ്പോൾ പോകുന്നത്. ഗോശ്രീ പാലം വഴി കയറുന്ന ഒരു പരാതി, കുറച്ചുകൂടി ഗോശ്രീ പാലത്തിൽ കൂടി വണ്ടികൾ കയറ്റിക്കൊണ്ട് ഇനി പോകാത്ത സ്ഥലങ്ങൾ, ഇപ്പം ഈ പച്ചാളം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വണ്ടി പോകുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് കയറിയിട്ട് അങ്ങനെ IBയുടെ റോഡുണ്ടല്ലോ, ചെറിയ ബസ് വരുന്നുണ്ട്. അത് ഓർഡർ ചെയ്തിട്ടുണ്ട്, വരുന്ന മുറയ്ക്ക് ചെറിയ ബസ് തരാം. സിറ്റിക്കകത്ത് ഓടത്തക്ക ഇതിൽ ചെറിയ ബസ് CMD തരും, ATOയ്ക്ക് കേട്ടോ. ചെറിയ ബസ് വരാനുണ്ട്. കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിൽ, പുതിയ കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിൽ ഒരു ബസ് സ്റ്റോപ്പ് അനുവദിച്ചതായി ഇവിടെ വെച്ച് തന്നെ പ്രഖ്യാപിക്കുന്നു. MD നാളെ തന്നെ വിളിച്ച് പറഞ്ഞിട്ട് ഒരു ഉത്തരവാക്കി കൊടുക്കണം. പിന്നെ ഗോശ്രീ പാലം വഴി കൂടുതൽ വണ്ടികൾ പ്രവേശിക്കും. കാരണം അത് കാക്കനാട് ഭാഗത്തേക്കൊക്കെ ഇപ്പോൾ പോകുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങൾ കൂടി ATO കണ്ടുപിടിച്ചതിന് ശേഷം എനിക്ക് റിപ്പോർട്ട് തരാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് തരുന്ന മുറയ്ക്ക് ആ വണ്ടികൾ അനുവദിക്കും. ആവശ്യമുള്ളത്ര ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും ആവശ്യമുള്ള വാഹനങ്ങളും കൊടുക്കും. KSRTC ഒരു ബുദ്ധിമുട്ടുമില്ല. KSRTC രക്ഷപ്പെടും. നിങ്ങൾ ജീവനക്കാരോട് ഞാൻ പറയുന്നു, എങ്ങനെയെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കടം എവിടെന്നെങ്കിലും സർക്കാരിൽ നിന്ന് പൈസ ഒപ്പിച്ച് നിങ്ങൾക്ക് DA തരുന്ന കാര്യവും ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്.